ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതാ ഞാൻ കൊടുത്ത സെൻറ്റൻസ് നോക്കി. നീ ഉടനെ പുറപ്പെടുന്നില്ലേ? നമ്മൾ ചോദിക്കാം, അല്ല നീ ഉടനെ പുറപ്പെടുന്നില്ലേ, അല്ലെങ്കിൽ നീ പെട്ടെന്ന് പുറപ്പെടുന്നില്ലേ, അങ്ങനെ നമുക്ക് ചോദിക്കാം. ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ആറിൻറ്റ് യു എന്നാണ് വേണ്ട കേട്ടോ. നീ അങ്ങനെ ചെയ്യുന്നില്ലേ, ചെയ്യുകയാണോ എന്നാണ് ചോദിക്കണമെങ്കിൽ യു എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് ആറിൻറ്റ് യു. ഇനി പുറപ്പെടുക എന്നുള്ളതിന് ലിവിങ്, ആറിൻറ്റ് യു ലിവിങ് സൂൺ. നീ ഉടനെ പുറപ്പെടുന്നില്ലേ, ആറിൻറ്റ് യു ലിവിങ് സൂൺ. ഞങ്ങൾ വളരെ അടുപ്പത്തിലാണ്, ഞങ്ങൾ വളരെ അടുപ്പത്തിലാണ്. ഞങ്ങൾ എന്നുള്ളതിന് വി, അപ്പൊ ഞങ്ങളാകുന്നു, വി ആർ. കുറെ ആളുകൾ ഉണ്ടല്ലോ അല്ലെ, അതുകൊണ്ട് വി ആർ വെരി ക്ലോസ്, വി ആർ വെരി ക്ലോസ്. നെക്സ്റ്റ്, നീ എന്തിനാണ് ഇത്ര നാണിക്കുന്നത്? നീ എന്തിനാ ഇത്ര നാണിക്കുന്നത്? നാണം എന്നുള്ളതിന് നമുക്ക് ഷൈ എന്ന് യൂസ് ചെയ്യാം അല്ലെ. അപ്പം എന്തിനാണ്, എന്തുകൊണ്ടാണെന്ന് എങ്ങനെ പറയാം? വൈ. വൈ ആർ യു സോ ഷൈ? വൈ ആർ യു സോ ഷൈ? നീ എന്തിനാ ഇത്ര നാണിക്കുന്നത്? വൈ ആർ യു സോ ഷൈ? നെക്സ്റ്റ്, ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് നുണ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഹാവ് ഐ വെച്ചിട്ട് വേണം നമുക്ക് ചോദിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഹാവ് ഐ എവർ ലൈഡ് ടു യു? ഹാവ് ഐ എവർ ലൈഡ് ടു യു? ഹാവ് എന്നുകൊണ്ട് തന്നെ നമുക്ക് വേർബിനെ എന്താണ് V3 ഫോമിലാണ് പറയേണ്ടത് കേട്ടോ. അതായത് ലൈ എന്നുള്ളതിന്റെ V3 ഫോം എന്താണ്? ലൈഡ് എന്നാണ് കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം? ഹാവ് ഐ എവർ ലൈഡ് ടു യു? എവർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എപ്പോഴെങ്കിലും എന്നൊക്കെയുള്ള മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവർ എന്നിവിടെ യൂസ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഹാവ് ഐ എവർ ലൈഡ് ടു യു? ഹാവ് ഐ എവർ ലൈഡ് ടു യു? ഹാവ് ഐ എവർ ലൈഡ് ടു യു? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ശ്രമിക്കുകയാണ് എന്നാണല്ലേ. ഞാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ പറയാം? ഞാൻ ശ്രമിക്കുകയാണ്. ഐ ആം ട്രൈങ്. ഞാൻ ശ്രമിക്കുകയാണ്. ഐ ആം ട്രൈ. എന്തിന്? മനസ്സിലാക്കാൻ. ടു അണ്ടർസ്റ്റാൻഡ്. ആരെ? അവനെ. ഹിം. അപ്പൊ ഐ ആം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിം. ഐ ആം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഹിം. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല അല്ലെ. നമ്മൾ പറയാറുണ്ട്, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. എനിക്ക് പോലും എങ്ങനെ നമുക്ക് പറയാം? അപ്പം എനിക്കറിയില്ല എന്നുള്ളതിൽ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എനിക്കറിയില്ല, എല്ലാവർക്കും അറിയാം. എന്താണ്? ഐ ഡോണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഐ ഡോണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇവൻ എന്നും കൂടെ യൂസ് ആക്കണം കേട്ടോ. അപ്പൊ ഐ ഡോണ്ട് ഈവൻ നോ എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് പോലും അറിയില്ല. എന്ത്? എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നില്ല. അപ്പോൾ വാട്ട് ഐ ആം ഡൂയിങ്, വാട്ട് ഐ ആം ഡൂയിങ്. ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഐ ആം ഡൂയിങ്. ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഐ ആം ഡൂയിങ്. ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ഐ ആം ഡൂയിങ്. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല. നെക്സ്റ്റ്, നീ അവനെ വിളിച്ചാലും അവൻ വരില്ല. നീ അവനെ വിളിച്ചാലും അവൻ വരില്ല. നമ്മൾ പറയാറുണ്ട്, നീ അവനെ ക്ഷണിച്ചാലും അവൻ വരില്ല. എങ്ങനെ പറയാം നമുക്ക്? നീ അവനെ വിളിച്ചാലും, ഇവിടെ ഉണ്ടല്ലേ വിളിച്ചാലും. ഈവൻ ഇഫ് യു കോൾ ഹിം, നീ അവനെ വിളിച്ചാൽ പോലും എന്നുള്ള അർത്ഥം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവൻ എന്ന് യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ എങ്ങനെ പറയാം? ഈവൻ ഇഫ് യു കോൾ ഹിം. ഓക്കെ, ഈവൻ ഇഫ് യു കോൾ ഹിം. ഇനി അവൻ വരില്ല, ഹി വിൽ നോട്ട് കം, അല്ലെങ്കിൽ ഹി വോണ്ട് കം. ഇതിന്റെ ഷോർട്ട് ഫോം എന്താണ്? വിൽ നോട്ടിന്റെ ഷോർട്ട് ഫോം വോണ്ട് എന്നാട്ടോ. അപ്പൊ ഈവൻ ഇഫ് യു കോൾ ഹിം ഹി വിൽ നോട്ട് കം. നീ അവനെ വിളിച്ചാലും അവൻ വരില്ല. നീ ഈ സമയം വരെ എവിടെ ആയിരുന്നു? ഇതെങ്ങനെ ചോദിക്കാം നമുക്ക്? നീ ഈ സമയം വരെ എവിടെയായിരുന്നു? പാസ്റ്റ് ആണ് കേട്ടോ. വേർ യു? ആയിരുന്നു എന്നാണ്, ആകുന്നു എന്നല്ല. അതുകൊണ്ട് എന്താണ് ആയിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ വേർ എന്നാണ് യൂസ് ചെയ്യുക. അപ്പൊ വേർ യു ഇതുവരെ, ടിൽ ദിസ് ടൈം. ഓക്കെ, വേർ യു ടിൽ ദിസ് ടൈം. എന്റെ സുഹൃത്തുക്കൾ നാളെ വരുന്നുണ്ട്. അപ്പൊ നാളെ വരുന്നുണ്ട് ഫ്യൂച്ചർ ആണ്. അങ്ങനെ നമുക്ക് പറയാം, മൈ
ഫ്രണ്ട്സ് ആർ കമ്മിങ് ടുമോറോ എന്ന് പറയാം കേട്ടോ. ഇവിടെ നമ്മൾ എന്താണ് ഒരു പ്രത്യേക ടൈമൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വില്ലൊന്നും യൂസ് ആക്കണമെന്നില്ല കേട്ടോ. എൻ്റെ സുഹൃത്തുക്കൾ നാളെ വരുന്നത് നമ്മൾ എന്താണ് തൊട്ടടുത്ത ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ടൈമും കൊടുത്തിട്ടുണ്ട് അല്ലേ, നാളെ എന്നുള്ളൊരു ടൈമും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിൽ എഴുതാം കേട്ടോ. ഫ്യൂച്ചർ ആണെങ്കിലും അങ്ങനെ പറയാം. എൻ്റെ സുഹൃത്തുക്കൾ നാളെ വരുന്നുണ്ട്. എങ്ങനെ പറയാം? മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ടുമോറോ എന്ന് പറഞ്ഞാൽ കേട്ടോ. മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ടുമോറോ. നെക്സ്റ്റ്, അത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഐ തിങ്ക് എന്ന് പറയാം അല്ലെ. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്, ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്, അല്ലെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് വെരി ഗുഡ് എന്ന് പറയാം കേട്ടോ. അപ്പം എന്താണ്? ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്. നീ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? നീ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ നിനക്ക് എവിടെ പോകാനാണ് ഇഷ്ടം എന്ന് നമുക്ക് ചോദിക്കാം. എവിടെ? വേർ അല്ലെ. അപ്പൊ വേർ വുഡ് യു, നിനക്ക് എന്താണ് എവിടെ പോകാനാണ് ആഗ്രഹം? വേർ വുഡ് യു ലൈക്ക് ടു ഗോ? വേർ വുഡ് യു ലൈക്ക് ടു ഗോ? വേർ വുഡ് യു ലൈക്ക് ടു ഗോ? നിന്റെ പുതിയ ബൈക്ക് ഏത് കളറാണ്? എങ്ങനെ ചോദിക്കാം? നിന്റെ പുതിയ ബൈക്ക് ഏത് കളറാണ്? അപ്പം ഏത് കളറാണ് അല്ലെങ്കിൽ എന്ത് കളറാണെന്ന് എങ്ങനെ ചോദിക്കാം? വാട്ട് കളർ ഈസ്, വാട്ട് കളർ ഈസ് എന്ത് കളറാകുന്നു? വാട്ട് കളർ ഈസ് എന്ത്? യുവർ ന്യൂ ബൈക്ക്. വാട്ട് കളർ ഈസ് യുവർ ന്യൂ ബൈക്ക്? വാട്ട് കളർ ഈസ് യുവർ ന്യൂ ബൈക്ക്? വാട്ട് കളർ ഈസ് യുവർ ന്യൂ ബൈക്ക്? സ്റ്റേഷനിൽ എത്താൻ എത്ര ദൂരം എടുക്കും? സ്റ്റേഷനിൽ എത്താൻ എത്ര ദൂരം എടുക്കും അല്ലെങ്കിൽ എത്ര സമയം എടുക്കും? എങ്ങനെ ചോദിക്കാം? ഹൗ ലോങ്. ഓക്കെ, എത്ര ദൂരം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്, എത്ര സമയം എടുക്കും, എത്ര ദൂരം എടുക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. ഓക്കെ, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് പഠിച്ചിട്ടോ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക്. ഇനി അവിടെ എത്താൻ ടു ഗെറ്റ് അല്ലെങ്കിൽ ടു റീച്ച് എന്ന് പറയാം കേട്ടോ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ സ്റ്റേഷൻ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ സ്റ്റേഷൻ? അത് ഇവിടെ നിന്ന് 10 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. അത് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. എങ്ങനെ പറയാം? ഇറ്റ്സ് ജസ്റ്റ് 10 minutes ടു വാക്ക് ഫ്രം ഹിയർ. ഇറ്റ്സ് ജസ്റ്റ് എന്താണ്? ഇറ്റ്സ് ജസ്റ്റ് 10 minutes. It's just 10 minutes walk from here. ഇവിടെ നിന്നും from here. It's just 10 minutes walk from here. അത് എവിടെയാണ് സംഭവിച്ചത്? അതെവിടെയാണ് സംഭവിച്ചത്? ഇപ്പം എന്തെങ്കിലും ഒരു ഈവൻറ്റ് നമ്മൾ കേട്ടെങ്കിൽ നമ്മൾ ചോദിക്കും അതെവിടെയാണ് സംഭവിച്ചത്? അങ്ങനെ നമുക്ക് ചോദിക്കാം. എവിടെ? Where did it happen? Where did it happen? Where did it happen? Did വന്നുകൊണ്ട് പിന്നെ happened എന്ന് പറയാനായിട്ട് പാടില്ല കേട്ടോ. Where did it happen? ഇതെവിടെ സംഭവിച്ചത്? അപ്പൊ ഇതാ നെക്സ്റ്റ്. നീ അത്തരം കാര്യങ്ങൾ ചെയ്യരുത്. നീ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത്. നീ ചെയ്യരുത്. യു ഷുഡ് നോട്ട് ഡു. നീ ചെയ്യരുത്. യു ഷുഡിൻ ഡു. ഇനി അത്തരം കാര്യങ്ങൾ തിങ്സ് ലൈക്ക് ദാറ്റ്. എങ്ങനെ പറയാം? യു ഷുഡിൻ. ഷുഡിൻ എന്ന് വെച്ചാൽ എന്താണ്? ഷുഡ് നോട്ടിന്റെ ഷോർട്ടാണ്. യു ഷുഡിൻ ഡു തിങ്സ് ലൈക്ക് ദാറ്റ്. തിങ്സ് ലൈക്ക് ദാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത്തരം കാര്യങ്ങൾ. യു ഷുഡിൻ ഡു തിങ്സ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ അവനെ തിരിച്ചറിഞ്ഞു. എനിക്ക് തിരിച്ചറിഞ്ഞു. ഐ റെക്കഗ്നൈസ് അല്ലെങ്കിൽ ഐ ഐഡന്റിഫൈഡ് എന്നും പറയാം കേട്ടോ. ഐ റെക്കഗ്നൈസ്ഡ് ഹിം. എനിക്ക് അവനെ തിരിച്ചറിഞ്ഞു ഒറ്റ നോട്ടത്തിൽ. At a glance. എനിക്ക് ഒറ്റ നോട്ടത്തിൽ അവനെ തിരിച്ചറിഞ്ഞു. എനിക്ക് കിടക്കാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? എനിക്ക് തോന്നുന്നില്ല. ഐ ഡു നോട്ട് ഫീൽ ലൈക്ക് എന്നാണ് പറയാം കേട്ടോ. ഐ ഡു നോട്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ബെഡ്. ഐ ഡു നോട്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു ബെഡ്. അല്ലെങ്കിൽ I don't feel like going to bed. എനിക്ക് കിടക്കാൻ തോന്നുന്നു. ഇതാ നമ്മളൊരു 20ൽ കൂടുതൽ സെന്റൻസുകൾ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു.
ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ നമ്മൾ നമ്മുടെ മിക്ക കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയെല്ലാം നിങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ദെൻ ട്രൈ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.